അതിൽ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ആര് ഇനി കോൺഗ്രസിന് മത്സരിക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ സ്വന്തം മണ്ഡലം, ഷാഫി പറയും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന്, ഇങ്ങനെയൊക്കെയുള്ള കഥകളായിരുന്നു. ഏതായാലും ഇപ്പോൾ രമേശ് പിഷാരടി എന്ന കലാകാരൻ മത്സരിക്കുകയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനാണ്, വളരെ നന്നായി കോമഡി കൈകാര്യം ചെയ്യുന്ന കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കലാകാരന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം കലാകാരന് രാഷ്ട്രീയമുണ്ട്, ചിലർക്ക് ഇടത് രാഷ്ട്രീയമുണ്ട്. ഏതായാലും പിഷാരടി എന്ന കോൺഗ്രസ്സുകാരനായ കലാകാരൻ പാലക്കാട് മത്സരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ? ഈ BJP സ്ഥാനാർത്ഥി ആയി വരുന്നത് ഒരു തീപ്പൊരി സ്ഥാനാർത്ഥിയാണ്, അവരുടെ വളരെ മാസിനെ കൂട്ടുന്നൊരു സ്ഥാനാർത്ഥിയാണ്. എന്താ പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ? പാലക്കാട് മണ്ണെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് തേരോട്ടവും BJP തേരോട്ടവും CPM-ന് വലിയ പങ്കില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CPM-ന് ഒരേപോലെ പങ്കുള്ള ഒരു പിന്തുണയുള്ള ഒരു സ്ഥലമാണ് പാലക്കാടിന്റെ മണ്ണെന്ന് പറയുന്നത്. രമേശ് പിഷാരടിയെ അവിടെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആയി പ്രഖ്യാപിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ഷാഫി പറമ്പിൽ പോലെയോ രാഹുൽ മാങ്കൂട്ടം പോലെയോ ശോഭിക്കാനുള്ള ഒരാളല്ല രമേശ് പിഷാരടി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മുൻകാല ചരിത്രങ്ങൾ എടുത്തിട്ട് ഈ സിനിമാ രംഗത്ത് നിന്നും വന്നിട്ടുള്ള സ്റ്റാറുകളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. സിനിമാ സ്റ്റാറുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ശോഭിക്കുന്നതല്ല, കലയിൽ അവർ ശോഭിക്കുമായിരിക്കും, പക്ഷെ രാഷ്ട്രീയത്തിൽ ജനപിന്തുണ കിട്ടാൻ കുറച്ച് പാടാണ്. അതിൽ സ്റ്റാറുകൾ എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ, ഇതിനു മുൻപ് കളത്തിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും സ്റ്റാർ ആകുന്നത്. രമേശ് പിഷാരടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പിഷാരടിയുടെ ഒരു പ്രസ്താവന പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ചെയ്ത നല്ല കാര്യങ്ങൾ പിന്തുടരുകയാണ് താൻ പാലക്കാട് ചെയ്യാൻ പോകുന്നത്. അതൊരു കൈമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം രാഹുലിനെ എന്തുകൊണ്ടാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇഷ്ടപ്പെടാം. രാഹുൽ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ വരുന്നത്. ഇതിനു മുൻപ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും മാറി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത്, നിയമസഭയിൽ നിന്ന് മാറി ലോക്സഭയിലേക്ക് പോകുന്ന സമയത്ത് രാഹുലിന്റെ ഒരു വരവുണ്ടായിരുന്നല്ലോ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്. അന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യം ഇത് തന്നെയായിരുന്നു, ഷാഫി പറമ്പിൽ ബാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഷാഫിയുടെ ജനങ്ങളെ രാഹുലിന് വേണ്ടി കൈമാറുകയാണ്, ഇവിടെ താൻ വീണ്ടും എത്തും, അല്ലെങ്കിൽ താൻ ഇവിടെ ഇല്ല എന്നൊരർത്ഥമില്ല, പകരം തനിക്ക് വേണ്ടി തന്നെ പോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ രമേശ് പിഷാരടിയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയായിരുന്നു, അത് വ്യക്തി ജീവിതത്തെ അല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങളെയാണെന്നുള്ളത്. ഇദ്ദേഹം ബാക്കി വെച്ച പദ്ധതികളെ പറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുമായിരിക്കാം. പാലക്കാടിന്റെ മണ്ണിനെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. രമേശ് പിഷാരടിക്കെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ നിന്നിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി തനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഭൂരിപക്ഷം കൂട്ടിയിട്ടുള്ള, കാരണം ഇതിനു മുൻപ് ഏത് സ്ഥാനാർത്ഥി BJP-യുടെ നിന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപിടി മുൻപിൽ തനിക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ BJP-യുടെ. ഇതിനു മുൻപ് പാലക്കാട് മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഒരു സമയത്ത് 40,076 വോട്ടുകളാണ് 2016 ശോഭാ സുരേന്ദ്രന് പാലക്കാട് നേടാൻ സാധിച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. 29.08% വോട്ട് ഷെയർ ആണ് പാലക്കാടിന്റെ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ വിളയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഷാഫി പറമ്പിൽ 2021 ഷാഫി പറമ്പിൽ UDF-ന് അവിടെ 38.6% വോട്ടുകൾ ഷാഫിക്ക് നേടാനായി സാധിച്ചു. 54,079 വോട്ടുകളാണ് ഷാഫി സമാഹരിച്ചിട്ടുണ്ടായിരുന്നത്. LDF-ന്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. CP പ്രമോദ് ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് 2021. അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 34%. ഷാഫി പറമ്പിലിന് 38% ആണെങ്കിൽ CP പ്രമോദിന് 34% ഉണ്ടായിരുന്നു. 48,333 വോട്ടുകൾ. അതാണ് പാലക്കാടിന്റെ മണ്ണിൽ ഇതിനു മുൻപ് നമ്മൾ കണ്ട രാഷ്ട്രീയ പോർക്കളത്തിലെ 3 മുന്നണികളും നേടിയിട്ടുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത്. നമ്മൾ 2016 ശോഭാ സുരേന്ദ്രൻ നിന്ന സമയത്ത് വോട്ട് ഷെയറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി 2021 BJP നേടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 35%. ചേട്ടാ ഒന്ന് നോക്കൂ, ഈ 2016 ശോഭയ്ക്ക് കിട്ടിയ 29%-ത്തേക്കാൾ 2021 ആയപ്പോൾ BJP-ക്ക് അവിടെ 35%-ഓളം വോട്ട് ഷെയർ കിട്ടി. 50,220 വോട്ടുകൾ. കാരണം ഷാഫി പറമ്പിൽ 54,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ BJP കാൻഡിഡേറ്റിന് അവിടെ 50,000 വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ ശക്തമായ സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ട് മാത്രം BJP-ക്ക് അവിടെ ഒരു അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോഴാണ് നമ്മൾ പരിശോധിക്കേണ്ടത്
അന്ന് വോട്ട് ഷെയർ പാലക്കാടിന്റെ മണ്ണിൽ അത്രയും വോട്ട് ഷെയർ കൂട്ടിയ ശോഭാ സുരേന്ദ്രൻ വീണ്ടും പാലക്കാടിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ രമേശ് പിഷാരടിക്ക് എന്ത് സാധ്യതയാണുള്ളത്? ഷാഫി പറമ്പിൽ പോലെയോ രാഹുൽ മാങ്കൂട്ടം പോലെയോ അല്ല രമേശ് പിഷാരടി എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥികൾക്ക് അത്രത്തോളം ഒരു ഓളം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമായിരിക്കാം, കലയെന്ന രീതിയിൽ ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മൾ കേട്ടിട്ടുണ്ട്. ഷാഫിക്ക് വേണ്ടിയിട്ടും രാഹുലിന് വേണ്ടിയിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിട്ടുള്ള ആളാണ് രമേശ് പിഷാരടി. തനിക്ക് എത്രത്തോളം ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഭരണവിരുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളോട് പറയാൻ സാധിച്ചിട്ടുള്ള, പ്രസംഗങ്ങളിൽ കത്തിക്കേറിയിട്ടുള്ള നേതാവ് തന്നെയാണ്. നേതാവെന്ന് നമുക്ക് ഇപ്പോഴും വിളിക്കാൻ പറ്റുള്ളൂ, അന്ന് ആയിരുന്നു രമേശ് പിഷാരടി. പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ രാഹുലിന് കിട്ടിയ ഭൂരിപക്ഷം പോലെ രമേശ് പിഷാരടിക്ക് കിട്ടുമോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അല്പം കൂടി ഒരു 60% പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. കാരണം മുന്നണികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്, ഷാഫി പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേർക്കും ഈ ഇരു സ്ഥാനാർത്ഥികളെ ഒരേപോലെ സ്നേഹിച്ച മണ്ണിലേക്ക് ഇവരടുത്തതായി രമേശ് പിഷാരടിയെ നിർത്തുന്ന സമയത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകൾ ഉദാഹരണമാണ്. പക്ഷേ അതേപോലെയല്ല, ശോഭ നിൽക്കുന്ന സമയത്ത് ശോഭയ്ക്ക് വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 35% എന്നുള്ളത് ഒരു 40-50% ആക്കാനുള്ള ഒരു കാലിബർ ഉള്ള സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതാണ് രമേശ് പിഷാരടി. എനിക്ക് പറയാനുണ്ട്, അതായത് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ഒന്നും ഇത്തവണ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ പറയുന്ന രീതിയിൽ രമേശ് പിഷാരടി അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് വസ്തുതകൾ പറയാനറിയാം. വേറൊരു കാര്യം, ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം തുടങ്ങി വെച്ചിട്ടുള്ള ആ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു എന്നിപ്പോൾ ആതിര പറഞ്ഞു, ഞാൻ അദ്ദേഹം തുടങ്ങി വെച്ച, അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത മറ്റു കാര്യങ്ങൾ അല്ല ഞാൻ തുടർച്ച എന്ന് പറയുന്ന എടുത്തു പറയുകയും ചെയ്തു. അതെ, പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഷാഫി പാലക്കാടുകാരനായ ഒരു യുവ നേതാവിനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവാണ് കണ്ടുപിടിക്കുന്നത്. ജനഹൃദയങ്ങളിലുള്ള ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയൊരു നേതാവാണ്, കോൺഗ്രസ്സുകാരനായ നേതാവാണ്. അദ്ദേഹം KSU ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, വളരെ ചെറുപ്പക്കാരനായ ഷാഫി പറമ്പിൽ വോട്ട് തേടി അന്ന് അദ്ദേഹത്തിന്റെ മത്സരം, ആ ഒരു മത്സര സമയം 2016 അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 2021 എത്തുമ്പോൾ മെട്രോമാന്റെ എതിരാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ഈ 2021 മെട്രോമാൻ എന്ന് പറയുമ്പോൾ 2016 തന്നെ ഇവിടെ കൊച്ചിയിൽ മെട്രോ വരുന്ന സമയമാണ്. അതെ, അപ്പോൾ കൊച്ചിയിൽ മെട്രോ വരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടേ ഉള്ളൂ 2016. അപ്പോൾ അത്തരത്തിൽ മെട്രോമാൻ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് സത്യത്തിൽ ആ വോട്ടെണ്ണൽ അവസാനം, ഞാൻ ആ വോട്ടെണ്ണൽ കണ്ട് എനിക്കിന്ന് ഓർമ്മയുണ്ട്. 21 വോട്ടെണ്ണലിൽ ഈ മെട്രോമാൻ ജയിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചർച്ചകൾ പോകുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു വേള ഈ CPM-കാർ തന്നെ ഷാഫിക്ക് വോട്ട് മറിച്ചോ എന്നൊരു സംശയമുണ്ട്. കാര്യം ചുവന്ന കോട്ടയായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയെ പോലും ഇത്തവണ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2021 3000-ലധികം വോട്ടിനോ മറ്റോ ആണ് ഷാഫി ജയിക്കുന്നത്. ആ 3000-ലധികം വോട്ട് എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് അത് വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഷാഫി എന്ന് പറയുന്ന നേതാവ് കണ്ടെത്തിയൊരു നേതാവാണ് ഈ പറയുന്ന, അത് ഉമ്മൻചാണ്ടി സാറിനും അതിൽ പങ്കുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം, കാര്യം ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ മാങ്കൂട്ടത്തിന്റെ സത്യത്തിൽ പാലക്കാടുകാർ കൃത്യമായി അവർക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയാം. അന്ന് സരിന് കോൺഗ്രസിൽ നിന്ന് ചാടി പറയുന്ന CPM-ലേക്ക് പോകുന്ന ഒരു അവസരം. പിന്നീട് അന്ന് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാറാണ് BJP-യുടെ. കൃഷ്ണകുമാറിനെ കുറിച്ച് ജനങ്ങൾക്ക് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. കൃഷ്ണകുമാർ ഏതൊരിടപ്പിൽ മത്സരിക്കുന്ന ഒരാൾ എന്ന രീതിയിലായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ശോഭ അവിടെ മത്സരിക്കുമെങ്കിലും BJP-ക്ക് അകത്തൊരു വിഭാഗീയത നിഴലിക്കുന്നുണ്ട്. ശോഭ വളരെ ക്രൗഡ് പുള്ളറായ ഒരു നേതാവായിരിക്കാം, പക്ഷെ ശോഭ നേരിടാൻ പോകുന്നത് കൃഷ്ണകുമാറിന്റെ അണികളും. ഇപ്പൊ സന്ദീപ് വാര്യർ എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പിൽ പുറത്തു വരുന്നത്? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വളരെ നല്ലൊരു BJP-ക്ക് വേണ്ടി അദ്ദേഹം നല്ല കറകളഞ്ഞൊരു BJP-കാരനായിരുന്നു. അദ്ദേഹത്തിനെ പുറത്തേക്ക് ചാടിക്കുന്നതിലൊരു പങ്ക് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. സുരേന്ദ്രേട്ട എന്ന് വിളിച്ച് സന്ദീപ് വാര്യർ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര അടുപ്പമുണ്ടായിരുന്ന സന്ദീപ് വാര്യരെ കൃഷ്ണകുമാറിന് വേണ്ടിയാണ് ബലിയാടാക്കിയത്. കൃഷ്ണകുമാർ എന്നിട്ട് എന്ത് ചെയ്തു? ഈ കൃഷ്ണകുമാർ ഇന്നും അവിടെ ഈ പറയുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വെല്ലുവിളി തന്നെയാകും. ഇവിടെ നമുക്ക് പറയാനുള്ളത്, BJP-യുടെ വിമത നീക്കം നടക്കുന്നുണ്ട്, അതാണ് ശോഭയ്ക്ക് വെല്ലുവിളിയാകുന്ന. ശോഭയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി BJP-യുടെ വിമത നീക്കമാണ്. ഈ പറയുന്ന കൃഷ്ണകുമാർ ഇവിടുന്ന് മലമ്പുഴയിലേക്ക്
അതിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ മലമ്പുഴയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് എന്നിരിക്കലും ഇവിടെ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഒരു ഗെയിം ഉറപ്പായിട്ട് നടക്കും. ശോഭ ജയിക്കാൻ പാടില്ല എന്ന് കരുതുന്ന BJP-യിലെ ജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പാർട്ടിയിൽ BJP-യെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. അതിനകത്ത് BJP-യെ സംബന്ധിച്ച് മുന്നേറ്റം എന്ന് നമ്മൾ പറയും, പബ്ലിക് ഇപ്പൊ പുറത്ത് നമ്മളിപ്പോ പറയുന്ന നമ്മൾ മീഡിയയിൽ നമ്മൾ പണിയെടുക്കുന്നവർ പറയും. പക്ഷെ പാർട്ടിക്കകത്ത് അവരുടെ തലപ്പൊക്കമുള്ള പല നേതാക്കൾക്കും താല്പര്യം ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് അവിടെ നിന്ന് ഒരു ഇറക്കുമതിയായി പ്രസിഡന്റ് ആകുന്നത്? എന്തുകൊണ്ട് ശോഭയ്ക്ക് യോഗ്യതയില്ല? അപ്പൊ ഇവിടെ ചിലർക്കൊക്കെ ഒരു എയിമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ശോഭിക്കാൻ അത്യാവശ്യം പാടാണ്. പിന്നെ ഇതേപോലെ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഷഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും രമേശ് പിഷാരടി ആണെങ്കിൽ പോലും ഒരു ഉമ്മൻചാണ്ടിയിൽ നിന്നാണ് തന്റെ പ്രചരണം തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഇവരുടെ മുഖം ഉമ്മൻചാണ്ടി തന്നെയാണ്. അങ്ങ് പുതുപ്പള്ളിയിൽ മാത്രമല്ല പാലക്കാട് ഉമ്മൻചാണ്ടിക്ക് ആ ഒരു അദ്ദേഹം പോയി കണ്ടത് ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇതിനകത്ത് എനിക്ക് എന്റെ പരിമിത അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് അനുകരിച്ചത് ആരെയെന്നറിയാവോ? കെ കരുണാകരനെയാണ്. അദ്ദേഹം ശരിക്കും ആന്റണി പക്ഷത്ത് ഉണ്ടായിരുന്ന ആളാണെങ്കിലും കെ കരുണാകരനെ അനുകരിച്ച ഒരാളാണ്. അദ്ദേഹം വളരെ സ്പീഡാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ സ്പീഡിന്റെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടി നടക്കുന്ന വിശ്വസിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ് വെറുതെ നിൽക്കത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോയി എല്ലാം പെട്ടെന്ന് ചെയ്യുന്നത്. അദ്ദേഹം കണ്ടെത്തിയത് ആരും മോശമല്ല, യുവ നേതാക്കൾ ആരും മോശമല്ല. അപ്പോ ഉമ്മൻചാണ്ടിയെ കണ്ട ശേഷം ഉമ്മൻചാണ്ടി കണ്ടെത്തിയ ആൾക്കാരൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയ വെല്ലുവിളികളായിരുന്നു ഭരണപക്ഷത്തിന്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഷാഫിയെ ഭയക്കുകയാണ് CPM. ഇപ്പൊ രാഹുലിനെ അവർ ഭയന്നത് കൊണ്ടാണ്. ഈ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലെ അച്ഛനെക്കാട്ടിൽ മികച്ച പുലിക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉമ്മൻചാണ്ടിയേക്കാൾ മികച്ച ആൾക്കാരെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് ദീർഘവീക്ഷണം തെറ്റിയിട്ടില്ല. എല്ലാവർക്കും വമ്പൻ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന് ഒരു അകക്കണ്ണ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയും. അദ്ദേഹം ഒരാളെ കണ്ടു. ഇപ്പൊ PC വിശ്വനാഥനെ കണ്ടെത്തിയ അദ്ദേഹമാണ്. PC വിശ്വനാഥൻ എന്ന് പറയുന്ന നേതാവിനെ കണ്ടെത്തിയ അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അകക്കണ്ണുണ്ട്. ആ അകക്കണ്ണിലൂടെ അദ്ദേഹം കണ്ടെത്തിയ നേതാക്കളിൽ അവസാന കണ്ണിയാണ് ഈ മാങ്കൂട്ടം ചെയ്തു വെച്ച കുറേയധികം കാര്യങ്ങൾ അവിടെയുണ്ട്. BJP-ക്ക് ഈ പറയുന്ന ഇപ്പം ശോഭ നല്ലൊരു നേതാവൊക്കെ തന്നെയാണെങ്കിലും അവർക്കാർക്കും അവരുടെ തലപ്പൊക്കമുള്ള ഓരോ നേതാക്കൾക്കും അവർക്കാർക്കും അവർ നിയമസഭയിലേക്ക് എത്തണമെന്ന് മോഹമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖരന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം പാലക്കാട് ജനങ്ങൾ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണം. പക്ഷെ വോട്ട് നമ്മളിങ്ങനെ ഈ പറയുമ്പോൾ വല്ലാത്ത പുകഴ്ത്തൽ, വെറുതെ ഒരു വോട്ട് മറിക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ രമേശ് പിഷാരടിക്ക് ഇവിടെ സാധ്യതകളുണ്ട്. കാരണം മുന്നോട്ട് വരുന്നത് പാലക്കാടിന്റെ രാഹുൽ ചെയ്തു വെച്ച അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് കൊടുക്കാതിരിക്കാൻ അവിടെ സാഹചര്യം മാങ്കൂട്ടം കൂടെ വരുന്നേ, മാങ്കൂട്ടം കൂടെ ചെല്ലും, മാങ്കൂട്ടം കൂടെ പുറത്തുനിന്ന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട്. അയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ജയിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള പ്രവർത്തനങ്ങൾ പാലക്കാടില്ല. കോൺഗ്രസിന് കുത്താനുള്ള കാരണങ്ങളുണ്ട്, വോട്ട് കൊടുക്കാനുള്ള കാരണങ്ങളുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ അതാണ് രമേശ് പിഷാരടി രമേശ് പിഷാരടിയുടെ അജണ്ട ഇതാണ്. അജണ്ട പ്രകാരം ഇനിയിപ്പോ സസ്പെൻസ് ആയിട്ടുള്ള ഇദ്ദേഹം ഇനി ജനങ്ങളെ കാണും, അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ. ഏതായാലും എനിക്ക് പാലക്കാടിന്റെ നമ്മുടെ ഒരു ചെറിയ അസസ്മെന്റിൽ എനിക്ക് തോന്നുന്നത് രമേശ് പിഷാരടി അറ്റ് ലാസ്റ്റ് ജയിച്ചിരിക്കും. രമേശ് പിഷാരടി ജയിച്ചിരിക്കും. അത് വോട്ടൊന്നും ചോദിക്കരുത്, അവിടെയാണ് ഗെയിം വരാൻ പോകുന്നത്. കാര്യം പറയുന്ന CPM ഒരു സ്വതന്ത്രനാണ് വരുന്നത്. അദ്ദേഹം ഒരു ന്യൂനപക്ഷക്കാരനാണെന്നാണ് പറയുന്നത്. അവിടെ പാലക്കാട് കുറച്ച് ന്യൂനപക്ഷമുണ്ട്. കുറച്ച് ഈ വോട്ടുകളും ശോഭയുടെ വിമത വോട്ടുകളും കിട്ടി. എല്ലാം കൂടെ രാഹുലിന്റെയും ഷാഫിയുടെയും കൂടെ ആ ഒരു മുഖചിത്രമായ വോട്ടുകളും പിന്നെ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ വോട്ടുകളും കൂടെ ആകുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ പെർസെന്റേജ് പറഞ്ഞല്ലോ, ഇദ്ദേഹം ജയിച്ചത് 17,000 വോട്ടിനാണ് മാങ്കൂട്ടം ജയിച്ചത്. അദ്ദേഹത്തിന് 45% കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് മാങ്കൂട്ടത്തിന്. ഈ 45% കൂടുതൽ വോട്ട് മാങ്കൂട്ടത്തിന് കിട്ടുക എന്ന് പറയുമ്പോൾ അതിലൊരു ഈ പറയുന്ന രീതിയിൽ ഒരു 40-നടുത്ത് കിട്ടിയാലും ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പിഷാരടി അങ്ങനെ അങ്ങ് പോകില്ല. പിഷാരടി ജനത്തിനെ കയ്യിലെടുക്കും. ജനം അദ്ദേഹത്തിനെ കാണാൻ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം.